ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുവിൻ്റെ ശിഷ്യൻ്റെ ലക്ഷണം എന്താണ്? ഇതിനെക്കുറിച്ച് യേശു എന്ത് പറയുന്നു? യേശുവിൻ്റെ ശിഷ്യൻ്റെ ലക്ഷണത്തെക്കുറിച്ച് ആത്യന്തികമായി പറയേണ്ടത് യേശുവാണ്. പാസ്റ്ററോ സെൻട്രൽ പാസ്റ്ററോ പ്രസിഡൻറ്റോ അല്ലെ അതിൽ കൂടിയ ആളുകളോ ഒന്നുമല്ല. യേശുവിൻ്റെ ശിഷ്യൻ എങ്ങനെയായിരിക്കണം, ലക്ഷണം എന്തായിരിക്കണം എന്ന് പറയേണ്ടത്. അർത്ഥാൽ യേശുവിൻ്റെ ശിഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം തന്നെ പറയണം. വിശ്വാസത്തിൻ്റെ അവസാന വാക്ക് ശരിക്കും പറയേണ്ടത് വിശ്വാസത്തിൻ്റെ നായകനായ യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തു പറഞ്ഞതുപോലെ ശിഷ്യൻ പറഞ്ഞാൽ അത് യേശുവിൻ്റെ വാക്കാണ്. യേശു പറഞ്ഞതുപോലെ ശിഷ്യൻ പറഞ്ഞില്ലെങ്കിൽ അത് അവൻ്റെ സ്വന്തം വാക്കാണ്. അതുകൊണ്ട് തൻ്റെ ശിഷ്യനെക്കുറിച്ച് യേശു എന്തു പറയുന്നു എന്ന് നമുക്ക് വചനത്തിൽ നിന്നൊന്ന് നോക്കാം. ലൂക്കാ സുവിശേഷം 14-ാം അധ്യായത്തിൽ അതിൻ്റെ 26-27 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ഒരുവൻ എൻ്റെ അടുക്കൽ വരികയും തൻ്റെ അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വന്തം ജീവനെ തന്നെയും വെറുക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധ്യമല്ല. ശിഷ്യനായിരിക്കുന്നവൻ എങ്ങനെ ആയിരിക്കണമെന്നും എന്തായിരിക്കണമെന്നും എന്ത് ചെയ്യണമെന്നൊക്കെ ഈ 2 വാക്യങ്ങളിലൂടെയാണ് നമുക്ക് സത്യത്തിൽ മനസ്സിലാക്കുന്നത്. എന്നതാണെന്ന് ഒന്നുകൂടെ വായിച്ച് നോക്കാം. ഒരുവൻ എൻ്റെ അടുക്കൽ വരികയും തൻ്റെ അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വന്തം ജീവനെ തന്നെയും വെറുക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധ്യമല്ല. ഹെയ്റ്റ് ഫോർ ജീസസ്. യേശുവിന് വേണ്ടി വെറുക്കുക എന്നാണ്. എന്നാൽ ഇന്ന് യേശുവിനെ വിറ്റ് കാശാക്കി ഭാര്യയുടെ പേരിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആക്കുന്നവരെയാണ് നമ്മൾ കൂടുതലും കാണുന്നത്. യേശുവിനെ വിറ്റ് കാശാക്കി ഭാര്യയുടെ പേരിൽ ഡിപ്പോസിറ്റ് ആക്കുന്നവരെ ഇന്ന് കൂടുതലും കാണുന്നത്. ഇവർക്ക് സത്യത്തിൽ ഇവർ യേശുവിൻ്റെ ശിഷ്യനാണോ ഭാര്യയുടെ ശിഷ്യനാണോ എന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും ഭാര്യയുടെ ശിഷ്യനാണെന്ന് മനസ്സിലാകും. എന്നാൽ ഈ വചനത്തിൽ ചില കാര്യങ്ങൾ ഇവർ സൂത്രത്തിൽ ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. എല്ലാവരും അല്ല, കുറച്ചാളുകളെങ്കിലും. ഭാര്യയും മക്കളെയും വെറുത്തിട്ട് ശിഷ്യനാണെന്നും പറഞ്ഞ് സഞ്ചരിക്കുകയും വേറെ ചിലരുമായി ചില അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ പോവുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണം, നമ്മൾ പല വ്യക്തികളുടെയും പല ശുശ്രൂഷകരുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെ ഒന്നും ഇടയിൽ കാണുന്നത് അല്ലെ അവരുടെ കയ്യിലിരിക്കുന്നത് പലരുടെയും ആദ്യ ഭാര്യ ഒന്നും അല്ല എന്ന് എനിക്ക് പലയിടത്തുനിന്നും മനസ്സിലായിട്ടുണ്ട്. ഒന്നെങ്കിൽ സ്റ്റെപ്പിനി, അല്ലെങ്കിൽ തമിഴ് ഭാഷയിൽ പറഞ്ഞ ചിന്ന വീട്. പിന്നെ പുരുഷകാമികളുണ്ട്, സ്വവർഗക്കാരുണ്ട്. ഇതൊക്കെ ഇതിനകത്ത് സർവ്വസാധാരണമായിട്ടുണ്ട് എന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കണം. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നത് ഇതിനു മുമ്പ് പല വീഡിയോകളിൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ദൈവഭയമില്ല, അവർ വചനത്തിൽ വിശ്വസിക്കുന്നില്ല, അവർ ജന്മനാ തന്നെ തട്ടിപ്പുകാരാണ്. ചിലരവരുടെ തട്ടിപ്പുകൾ വെളുപ്പിക്കാൻ വേണ്ടിയാണ് ഇതിനകത്ത് വന്ന് കയറിയത്. ചിലർക്കിതൊരു ഉപജീവന മാർഗമാണ്, ചിലർക്കിതൊരു ആദായ മാർഗമാണ്. അങ്ങനെ പല പല കാരണങ്ങൾ അതിനകത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ 2 പത്രോസിൻ്റെ 2-ാം അധ്യായത്തിൽ അതിൻ്റെ 1-2 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: എന്നാൽ കള്ളപ്രവാചകന്മാരും ദൈവജനത്തിനിടയിലുണ്ടായിരുന്നു, നിങ്ങളുടെ ഇടയിലും വ്യാജ ഉപദേഷ്ടാക്കന്മാരുണ്ടാകും. അവർ വിനാശകരമായ ദുരുപദേശങ്ങൾ രഹസ്യമായി അവതരിപ്പിക്കും. തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറയുക പോലും ചെയ്തുകൊണ്ട് അവർ തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ഭോഗാസക്തിയെ പലരും പിന്തുടരും. അവർ സത്യമാർഗത്തിന് അപമാനം വരുത്തും. എന്നാൽ കള്ളപ്രവാചകന്മാരും ദൈവജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നത് ഇത് എഴുതി വെച്ച കാലത്തെ കാര്യം.
ഇന്ന് കൂടുതലും കള്ളപ്രവാചകന്മാരാണ് ഉള്ളതെന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനം വെച്ച് അതിനെ ശോധന ചെയ്യുക എന്നതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവരെന്നാ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ വിനാശകരമായ ദുരുപദേശങ്ങൾ രഹസ്യമായി അവതരിപ്പിക്കും. ദുരുപദേശം എന്ന് പറഞ്ഞാൽ ബൈബിളിന് വിരുദ്ധമായ ആശയങ്ങൾ അവതരിപ്പിക്കും. അത് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു സഹോദരി ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ന്യൂജൻ സഭയിലെ ശുശ്രൂഷകനോട് തൻ്റെ ജീവിതത്തിൽ തൻ്റെ വിവാഹത്തിന് മുമ്പ് നടന്ന ശാരീരിക ബന്ധങ്ങളെക്കുറിച്ച് ഒരു കൗൺസിലിങ്ങിന് അസ്ത്രീ ചെന്ന് പറഞ്ഞു. പലവട്ടം ഇങ്ങനെ പലരുമായി നടന്നുപോയി. അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. വിവാഹം കഴിഞ്ഞ് ഞാൻ പിന്നീടും പലപ്പോഴും ഇങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞതിന് ശേഷം ആ ശുശ്രൂഷകൻ നിരന്തരമായ ആ സ്ത്രീയെ ശല്യപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ അവർ ചോദിച്ചു, എൻ്റെ സഹോദര, എൻ്റെ പാസ്റ്ററെ, ഇതിങ്ങനെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അതിലും വലിയ സങ്കടം വെച്ചല്ല ഞാൻ പറഞ്ഞത്, പിന്നെ എനിക്കിതൊരു ഭാരവാക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു കൊടുത്തു, അതെ, നമ്മൾ ഏറ്റു പറഞ്ഞാൽ മതി എന്ന് ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നെങ്കിൽ വിനാശകരമായ ദുരുപദേശങ്ങൾ രഹസ്യമായി അവതരിപ്പിക്കുകയും തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിക്കളയുക പോലും ചെയ്തുകൊണ്ട് അവർ തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും എന്ന് പറഞ്ഞാൽ, യേശു പഴയ നിയമ വ്യവസ്ഥയിൽ ശരീരവുമായി ബന്ധപ്പെട്ടാലേ ശാരീരിക ബന്ധമാകുള്ളൂ എന്ന് പറഞ്ഞിട്ട് പുതിയ നിയമ വ്യവസ്ഥയിൽ യേശു പറഞ്ഞു, ആസക്തിയോടെ മോഹത്തോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അതാണ് ഉപദേശമെങ്കിൽ ഇവിടെ ഈ പഠിപ്പിക്കുന്നവർ പറയുകയാണ് ഇത് പരിപാടി കഴിഞ്ഞിട്ട് നിങ്ങൾ ഏറ്റു പറഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ അവർ വിനാശകരമായ ദുരുപദേശങ്ങൾ രഹസ്യമായി അവതരിപ്പിക്കും. തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറയുക പോലും ചെയ്തുകൊണ്ട് അവർ തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ഭോഗാസക്തിയെ പലരും പിന്തുടരും. അവർ സത്യമാർഗത്തിന് അപമാനം വരുത്തും. ഇതൊരു വിശുദ്ധ മാർഗമാണ്. അതുകൊണ്ടാണ് ഇതിനെ സത്യമാർഗം എന്ന് പറയുന്നത്. ഈ ഭോഗാസക്തിയെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ അത് ഒരു അധമ ജീവിതത്തിൻ്റെ തെളിവായിട്ടാണ് വചനം പറയുന്നത്. അപ്പോൾ രഹസ്യമായിട്ട് ഇത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ദുരുപദേശകന്മാരിങ്ങനെ കിടന്ന് കളിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവരുടെ ബെൽറ്റിൽ നിൽക്കുന്ന ആളുകൾക്ക്, അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കറിയാം ഇത് നേരായ വഴിയല്ല, ഇത് തെറ്റായ കളിയാണ്, സൗഖ്യങ്ങൾ അഭിനയിപ്പിക്കുന്നതാണ്, ആളുകളെ വിളിക്കുന്നത് അവരുടെ ആളുകളെയാണ്, പലയിടത്തെയും ഉരുണ്ടു വീഴ്ചകൾ ക്രമീകൃതമാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ കൂടെ നിൽക്കുന്നവർക്കറിയാം ഇത് തട്ടിപ്പാണ്. അവർക്കതിൻ്റെ ശമ്പളവും മറ്റ് കിമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടുമ്പോൾ അതോടൊപ്പം സകലവിധ അശുദ്ധികളും അവിടെ ഉണ്ടാകും. ഈ പ്രസംഗിക്കുന്ന നേതാവിന് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റിയല്ല. അതുകൊണ്ടാണ് നമുക്കറിയാവുന്ന പല പ്രസംഗകരും പല ലീഡിങ് പ്രസംഗകരുടെയും കൂട്ടത്തിൽ തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും ഒക്കെ വലിയ വലിയ ആൾക്കാരായിട്ട് അവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം ഈ ഭോഗാസക്തിയെ പിന്തുടരുന്നതിൻ്റെ ഒരു തെളിവാണ് ഈ കൊരവീടിയിൽ. ദൈവസഭകൾക്കകത്തുള്ള കൊരവീടിയിലും കയ്യടിയും ഒക്കെ ഈ ഭോഗാസക്തിയെ പിന്തുടരുന്നതിൻ്റെ ബാക്കി പത്രമാണ്. അവർ സത്യമാർഗത്തിന് അപമാനം വരുത്തും. സത്യമാർഗത്തിന് അപമാനം വരുത്തുമ്പോൾ അതാ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദേശത്ത്. സത്യത്തിൻ്റെ മാർഗം എന്നത് ദൈവത്തിൻ്റെ രക്ഷാമാർഗമാണ്. സത്യത്തിൻ്റെ മാർഗം എന്ന് ദൈവത്തിൻ്റെ രക്ഷാമാർഗമാണ്. അതിനെക്കുറിച്ചൊന്നും പറയാതെ ഓടി കാറിനെക്കുറിച്ചും BMW കാറിനെക്കുറിച്ചും 50 കോടിയുടെ പള്ളി, ഇതൊക്കെ ശീഘ്രനാശമാണ്. ഇവർ പ്രസംഗിക്കുന്നത് കർത്താവ് ഉടനെ വരുമെന്നാണ്. കർത്താവ് ഉടനെ വരുമെന്നുള്ളത് ഹൃദയത്തിൽ നിന്നാണെങ്കിൽ എന്തിനാ 50 കോടിയുടെ പള്ളി, എന്തിനാ ഓടിക്കാറ്? കർത്താവ് ഉടനെ വരൂ എന്ന് ഇവർ പറയുന്നതും ഇവരുടെ പ്രവൃത്തിയായിട്ട് ബന്ധമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ ജനത്തിൻ്റെ ഇടയ്ക്കുള്ള ഈ കള്ളപ്രവാചകന്മാരുടെ കളികളെ വ്യക്തമായിട്ട് നിയന്ത്രിക്കുന്നില്ല എങ്കിൽ അതിനകത്ത് ജനത്തിനും പങ്കുണ്ട്. അധികാരവർഗമൊക്കെ ഇനി ഉണർന്നു വരട്ടെ എന്ന് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം.
ദൈവരാജ്യത്തിന് ദൂഷ്യമുണ്ടാക്കുന്ന എല്ലാ കളികളെയും ദൈവം നേരിടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനും വചനത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. ദൈവരാജ്യത്തിന് വിരുദ്ധമായ സകല കപടതകളെയും പൊളിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കുകയും ദൈവജനത്തിൻ്റെ ഇടയ്ക്കും ശുശ്രൂഷകളുടെ ഇടയ്ക്കുമുള്ള വ്യാജ പ്രവചനക്കാരെയും കള്ള ശുശ്രൂഷകരെയും കപട ഇടയന്മാരെയും കള്ള അപ്പസ്തോലന്മാരെയും ഒക്കെ ദൈവം പിടിച്ച് പൊളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തിനെ ശുദ്ധീകരിക്കണമേ. ദൈവഭയം എല്ലാവരുടെയും ഉള്ളിലും വരണമേ. അങ്ങ് എല്ലാം യോഗ്യമായി ചെയ്യണം. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.